പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആരംഭിച്ചു. ബുധനാഴ്ച അരിത്തോട് ഫിറ്റ്നസ് ഗ്രൗണ്ടിൽ 100 സ്കൂൾ വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് എത്തിയത്. വാഹനത്തിന്റെ രേഖകൾ, ടയർ, വൈപ്പർ, ഹെഡ്ലൈറ്റ്, റൂഫ്, ബ്രേക്ക് ലൈറ്റ്, ഡോർ, ബ്രേക്ക്, ബോഡി, വിൻഡോ ഷട്ടർ, വാഹനത്തിന്റെ GPS, യന്ത്രഭാഗങ്ങളുടെയും വേഗപ്പൂട്ടിന്റെയും പ്രവർത്തനം, അഗ്നിരക്ഷാ സംവിധാനം, പ്രഥമ ശുശ്രൂഷ കിറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഓരോ സ്കൂൾ വാഹനവും ഉദ്യോഗസ്ഥർ തന്നെ ഓടിച്ചു നോക്കി യാന്ത്രികക്ഷമത ഉറപ്പുവരുത്തുകയും വാഹനത്തിനകത്തെ യാത്രാ സൗകര്യങ്ങൾ വരെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ബുധനാഴ്ച അരിത്തോട് ഫിറ്റ്നസ് ഗ്രൗണ്ടിൽ നടന്ന പരിശോധനയിൽ 100 സ്കൂൾ വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് എത്തിയത്. പരിശോധന പൂർത്തിയാക്കിയ വാഹനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു. അപാകത കണ്ടെത്തിയ 20 വാഹനങ്ങൾ തിരിച്ചയക്കുകയും ചെയ്തു. ഇവ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. തിരൂരങ്ങാടി ജോയിന്റ് RTO സുഗതന്റെ നിർദ്ദേശപ്രകാരം MVIമാരായ സജിത്ത്, ലൂയിസ് ഓസ്വാൾഡ് ഡിസൂസ, AMVIമാരായ രജീഷ്, സജിത്ത്, വിപിൻലാൽ, സന്തോഷ് കുമാർ, സിർജാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ പരിശോധിച്ചത്. സുരക്ഷാ പരിശോധന ഈ മാസം 23-ന് സമാപിക്കും. പരിശോധന പൂർത്തിയാക്കാത്ത സ്കൂൾ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എല്ലാ സ്കൂൾ വാഹനങ്ങളെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ താലൂക്കിലെ എല്ലാ വാഹനങ്ങളും വരാൻ നമ്മൾ അറിയിപ്പ് കൊടുത്തിരുന്നു. അതിന് പ്രകാരം 100-ൽ പരം വാഹനങ്ങൾ ഇന്ന് ചെക്കിങ്ങിനായി അവർ പങ്കെടുത്തു. അതിൽ 20 വാഹനങ്ങളോളം GPS അലേർട്ട് കിട്ടാത്തതും, സ്പീഡ് കൊണ്ട് നേരാവണ്ണം വർക്ക് ചെയ്യാത്തതും, ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തത്, എമർജൻസി എക്സിറ്റ് പ്രശ്നമായ വാഹനങ്ങളെല്ലാം നമ്മൾ മടക്കി അയച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ ശനിയാഴ്ച ഒരു അവസരം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ശരിയാക്കി വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കണ്ടീഷൻസും ചെക്ക് ചെയ്ത് ഓക്കെ ആയ വാഹനങ്ങൾക്ക് നമ്മൾ സ്റ്റിക്കർ പതിപ്പിച്ച് വിടുന്നുണ്ട്. ഈ സ്റ്റിക്കർ ഇല്ലാതെ ഇനി അധ്യയന വർഷം തുടങ്ങുമ്പോൾ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെ നമ്മൾ, അതായത് അതിൻ്റെ ഡ്രൈവർക്കും സ്കൂൾ മാനേജ്മെൻറ്റിനും എതിരായിട്ട് കർശന നടപടിയുമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോകും. അതിന് യാതൊരുവിധ തർക്കവുമില്ല. അതേസമയം വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ആയമാർക്കുമായി സംഘടിപ്പിക്കുന്ന പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് മെയ് 25-ന് നടക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.